തുള്ളി തുള്ളി വരുന്നേ. അതെ പുള്ളിമാൻ. അതെ ബ്യൂട്ടിഫുൾ. Yes, yes. നല്ല ഡ്രസ്, നല്ല സ്റ്റാൻഡേർഡ് ഡ്രസ്. അതെ അതെ ഇല്ലേ ആജിക്കുട്ടി എന്ത് സുന്ദരിയേ. ശ്ശോ, പെട്ടെന്ന് ഫിനാലെ ആവാൻ പോയി. നിങ്ങളെ ഇനിയിപ്പോ എങ്ങനെ സങ്കടം വരൂല എല്ലാരെ. അതെ വരുമല്ലോ. ആ വരണം. വരും. അതെ, പിന്നെ ഏത് പാട്ടാ പറഞ്ഞേ? കോടമഞ്ഞിൻ താഴ്വരയിൽ. രാജാ സാറോட സോങ്. ராஜா சார் வந்து യെസ്. கோடமஞ்சின் அழறையில் ராக்கடம்பு பூக்கும்போ എന്തുട്ടാ ലാലല്ലാ, പിന്നെന്തേ? ലാലല്ലാ. പിന്നെ എം ജി അങ്കിളിന് വലിയ സന്തോഷമുള്ള കുഞ്ഞു കാര്യം എന്ത്? വലിയ കൊച്ചു കൊച്ചു സന്തോഷമുള്ള സന്തോഷങ്ങളാണ്. സത്യം പറയട്ടെ, എല്ലാരും തള്ളാണെന്ന് വിചാരിക്കും. നല്ല ചൂട് പൂ പോലത്തെ ഇഡ്ഡലി, നല്ല കട്ടി ചമ്മന്തി, പിന്നെ സാമ്പാർ, പിന്നെ എത്ര സൈസ് ചമ്മന്തി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ തന്നെ വായി വെള്ളം വരും. ഒരു നിവർത്തിയില്ല. സന്തോഷാവും. ആ അപ്പൊ ഒരാൾ എന്റെ അടുത്ത് ചോദിച്ചു, ഓ തള്ളല്ലേന്ന്. ഞാൻ പറഞ്ഞു ഇഡ്ഡലി മാത്രമല്ലല്ലോ, കാലത്ത് കൂടെ ഇതൊക്കെ കാണും, ഉച്ചയ്ക്ക് ചിക്കൻ കറി കാണും, വൈകുന്നേരം വേറെ കറി മാത്രം ചേഞ്ച് വീട്ടിലെ അവിടെ തന്നെ. അതാണ് അങ്കിളിന്റെ ഏറ്റവും വലിയ സന്തോഷം. ഇഡ്ഡലിയാണ്. ആർജിതക്കുട്ടിക്ക് എന്നാ ആരെങ്കിലും എനിക്ക് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും തരുന്നത്? സർപ്രൈസ് തന്നെ സന്തോഷകരം. ശരി ശരി. അപ്പൊ ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. കേട്ടിട്ടുണ്ട്. ഇളയരാജ സാർ എന്ന് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. ഉണ്ടോ? കൈതപ്പുറം എന്ന് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. എസ് ചിത്രയെന്ന് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. 2000 ആണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. ഉണ്ടല്ലോ. അതിനകത്ത് കോടമഞ്ഞിൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ ആ കേട്ടിട്ടുണ്ട്. പാട്ട് കേട്ടാ എനിക്ക് വലിയ സന്തോഷം. ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര സന്തോഷം. അതെ അതെ അതെ. നമ്മ തുടങ്ങിയല്ലോ. ആ തുടങ്ങാം. സന്തോഷിപ്പിക്കാം അല്ലേ? ഓൾ ദ ബെസ്റ്റ്. ഓക്കേ. കോടമഞ്ഞിൻ താഴ്വരയിൽ
സൂപ്പർ സൂപ്പർ. ഞാൻ പാടി എനിക്ക് തെറ്റിയാലും ഞാൻ പറയും എനിക്ക് തെറ്റിയെന്ന് ഞാൻ പറയും. മധുവും റിമിയും അങ്ങനെയല്ലേ? എല്ലാവരും അങ്ങനെ. Yes. അപ്പം നന്നായിട്ട് പാടിയാൽ യു വിൽ ഗെറ്റ് 99.5 out of 100. ആടി ഒരു കൊച്ചു കൊച്ചു പൂക്കുറ്റി. താങ്ക് യു ഓ എന്തൊരു സന്തോഷാണ്. അതെ അതെ അതെ. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഓ ഇനി എന്നാ ചെയ്യാൻ പോന്നേ? ഇന്നെന്താ പ്ലാൻ? ഇത്ര ഫുഡ് അടിച്ച് മരിക്കണം. അയ്യോ, അങ്ങനെ പറയല്ലേ, മോളെ, അങ്ങനെ പറയല്ലേ. പിന്നാലെ ഉണ്ട്. കഴിഞ്ഞിട്ടായി. എന്ത് കഴിക്കാനാ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നു ഇന്ന് വയറ് നിറച്ച് കഴിക്കണമെന്ന്? ഇവിടെ KFC. KFC ആണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ടോ ഇവിടുന്ന്? ഇവിടുന്ന് കിട്ടില്ലല്ലോ നമുക്ക്. ഇല്ല, ഇവിടെ അല്ലെങ്കിൽ KFC ചെയ്താനെ ഞാൻ. റിമിയന്റിയുടെ മിഠായി കിട്ടിയായിരുന്നു. കിട്ടിയായിരുന്നു സ്പോൺസർ ചെയ്ത സാധനം നമുക്കൊന്നും കിട്ടിയായിരുന്നു. കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലേ. എനിക്ക് കിട്ടി കേട്ടോ. എനിക്ക് കൊറേ സാധനം ഇവിടെ കിട്ടി. ഇരുന്ന് മട്ടാന്ന് കഴിക്കുന്ന ഞാൻ കഴിഞ്ഞ ഷെഡ്യൂളിൽ കണ്ടതാ. ലിൻറ്റിന്റെ ഒരു മുട്ടായി റെഡ് കളർ കഴിഞ്ഞ ഷെഡ്യൂളിൽ. അതില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നമ്മളും ഉണ്ടായില്ലായിരിക്കും. എന്റെ പൊന്നെ കണ്ടതില്ല, രണ്ടുപേരും ഞാൻ വീഡിയോ എടുത്തു നോക്കും ഞാൻ. ലിൻറ്റിന്റെയോ ടോപ്പ് സിംഗറിൽ വന്നേ പിന്നെ ഞാൻ ഇവിടെ ലിൻറ്റിന്റെ ചോക്ലേറ്റ് ഞാൻ കണ്ടിട്ടില്ല. സാരമില്ല. കഴിഞ്ഞ ഷെഡ്യൂളില് ഇതെങ്കിലും കിട്ടിയില്ലോ. ഞാനില്ല. കഴിഞ്ഞ ഷെഡ്യൂളിലോ അപ്പൊ അത് ഏതായിരുന്നു? അത് ഓസ്ട്രേലിയ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇനി തർക്കം വേണ്ട, ഞാൻ തന്നു ഇവരെല്ലാം കഴിക്കുന്ന ഞാൻ കണ്ടതാ. കണ്ടതാ, കണ്ടുകൊണ്ട് കണ്ടതാ. ഞാനില്ലാത്ത ദിവസമായിരുന്നു അങ്ങനെ ഒരു സംഭവം. എന്നാ ബിന്നി ചേച്ചിയായിരുന്നു, ബിന്നി ചേച്ചി. അതുകൊണ്ടാ. പക്ഷെ ഇപ്പൊ വലിയ അടിയാണ്. അത് പോട്ടെ കേട്ടോ. പോയി അമ്മയെ കെട്ടിപ്പിടിച്ചോ. ഓക്കെ, ബൈ. ബൈ. വേണോ? എന്തോ സത്യത്തിൽ വേണോ? ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൽക്കാലത്തേക്ക് മാത്രമാണ് കേട്ടോ. നാളെ നമ്മൾ ഇതേ സമയം വീണ്ടും വാശിയേറിയ പോരാട്ടവുമായിട്ട് കാണുന്നതായിരിക്കും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ ബൈ. സീ യു.